യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അത്രയും കോൺഫിഡൻസോടുകൂടി അർജുൻ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അനുവിന്റെ കാര്യത്തിൽ there is something fishy അല്ലേടോ? എനിക്കും അങ്ങനെ ഒരു സംശയമില്ലാതില്ല. പക്ഷേ എന്റെ മകളാണെന്നുള്ള രേഖകൾ അവൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് മാനിപ്പുലേറ്റ് ചെയ്യും തന്നെ വെക്കാം. പക്ഷെ DNA ടെസ്റ്റിന്റെ കാര്യമോ? അതിലെങ്ങനെ കൃത്രിമം കാണിക്കാനാ? അതവിടെ നിൽക്കട്ടെ. ഇനി ഈ പ്രിയ തന്റെ മകൾ അനുവാണെന്ന് തന്നെ വെക്കേ. അർജുൻ അങ്ങനെയല്ലെന്ന് വെറുതെ ആരോപിക്കുന്നതാണെന്ന് വെക്കാം. പക്ഷെ അവൾ എന്തിനാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പോയത്? അങ്ങനെ ഒരു കൃത്യം ചെയ്യുകയും പിന്നെ തന്റെ ഉള്ളിലുള്ള കുഞ്ഞിന്റെ പിതൃത്വം അഖിലിന്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യണമെങ്കിൽ അസാമാന്യമായ ചങ്കുറപ്പ് വേണം. അർജുൻ പറയുന്നത് അതിനുള്ള സകല തെളിവുകളും അവന്റെ കയ്യിലുണ്ടെന്നാണ്. അവൻ അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ പ്രഗ്നന്റ് അല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ അനുവിന്റെ ക്യാരക്ടർ എന്താണെന്ന് കോടതിയിൽ സ്ഥാപിക്കാൻ അത് ധാരാളം മതിയാവും. അപ്പൊ അർജുൻ പറയുന്നതും അഖിലിന്റെ ചുമലിൽ തന്റെ കുഞ്ഞിനെ സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോഴാണോ അനു അബോർഷന് തയ്യാറായത്? ഒന്നുകിൽ അങ്ങനെ വിചാരിക്കണം, അല്ലെങ്കിൽ അനുവിനെ ഈ അവസ്ഥയിലാക്കിയതും ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയതും അർജുൻ തന്നെ ആവണം. അതിനുശേഷം അവൻ കാര്യങ്ങൾ എനിക്കെതിരായിട്ട് തിരിക്കുന്നതായിട്ട് വിചാരിക്കണം. അല്പം കൂടിയാലോചനയായിപ്പോയില്ലേ നന്ദ? ഒന്നാമത് അനു തന്റെ മകളാണെന്ന് സ്ഥാപിക്കേണ്ട ഒരു കാര്യവും അർജുനില്ല. അഖിലിന്റെ ചുമലിൽ അനു ചാർത്തിയത് നുണയാണെങ്കിൽ അത് തെളിയിക്കാൻ നോക്കിയല്ലേ അയാൾ ചെയ്യുക. ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് അയാൾ തുനിയുമോ? രണ്ടാമത് തന്റെ ഭാര്യയായ അരുണിമ അർജുന്റെ ആന്റി കൂടിയാണ്. പൂജയ്ക്ക് അരുണിമയുള്ള അടുപ്പം അറിയാവുന്ന അർജുൻ എത്രയും പെട്ടെന്ന് അവരെ പുറത്തിറക്കാനേ നോക്കൂ. അതിനുശേഷം അവർക്ക് തന്നെ ഓർമ്മ വന്നാലോ, അതിനുശേഷം ഒരുമിച്ച് ജീവിച്ചാലോ അർജുൻ ഇടയിൽ വരുമെന്ന് ഞാൻ കരുതുന്നേയില്ല. എനിക്ക് തോന്നുന്നത് കോടതിയിൽ ഹാജരാക്കുമ്പോഴേ അനു ഈ അവസ്ഥയിലായി എന്നാണ്. അതിന്റെ പിന്നിൽ എന്താ സംഭവിച്ചതെന്ന് താൻ കണ്ടെത്തിയില്ലെങ്കിലും അർജുൻ കണ്ടെത്തും. കാരണം സാക്ഷിയുടെ കൊലക്കുറ്റത്തിൽ നിന്ന് അയാൾക്ക് അയാളുടെ ഭാര്യയെയും ആന്റിയെയും രക്ഷിച്ചേ മതിയാകൂ. ശരിയാണ് സാറേ. സംസാരിക്കാനോ അനങ്ങാനോ കഴിയാത്ത അനുവിനെ കോടതിയിൽ ഹാജരാക്കിയിട്ട് അർജുൻ ഒന്നും നേടാൻ പോകുന്നില്ല. അതാണ് കാര്യം. മാത്രമല്ല അരുണിമയ്ക്ക് അനുവിന് താല്പര്യമില്ലെന്ന കാര്യം താൻ തന്നെയല്ലേ പറഞ്ഞത്? ഞാൻ കരുതിയത് അത് അനുവിനെ അവൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണെന്നാണ്. ഇപ്പൊ തോന്നുന്നു അനുവിനോട് അരുണിമ കാണിക്കുന്ന ഇഷ്ടക്കേട് അവൾ അവളുടെ മനസ്സിൽ നിന്ന് കാണിക്കുന്നതാണ്. അരുണിമ പറഞ്ഞത് പ്രിയ ഒരു കള്ളമാണെന്നാണ്. അങ്ങനെ ഒരു തോന്നൽ അവളുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ അത് അവളുടെ ഇൻറ്റ്യൂഷൻ അല്ലേ സാറേ? അമ്മമാർക്ക് ഏതൊരു ഇരുട്ടിലും തന്റെ കുഞ്ഞിനെ തിരിച്ചറിയുന്നല്ലേ? അനു അങ്ങനെയല്ലെന്ന് അരുണിമ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പിന്നെ തന്നെ കുഴയ്ക്കുന്നത് ടെസ്റ്റ് റിസൾട്ട് മാത്രമാണ്. അഖിലിനെതിരെ ഇങ്ങനെ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് അത് സ്വയം നടപ്പിലാക്കാൻ കഴിഞ്ഞ അനുവിന് ഇതത്ര ബാലികേറമലയാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവൾ എന്റെ മകളല്ലെന്നാണോ താനി പറഞ്ഞു വരുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ വിശ്വാസം എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. എങ്കിൽ അവളെ എന്റെ അടുക്കലേക്ക് എത്തിച്ചതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവണ്ടേ സാറേ? കറക്റ്റ്. ഇപ്പോ തന്റെ ചിന്ത പ്രവർത്തിക്കുന്നത് ശരിയായ വിധത്തിലാണ്. ആ രീതിയിൽ തന്നെ അന്വേഷിച്ചു നോക്ക്. സത്യം എന്താണെന്ന് ഉറപ്പാകുമല്ലോ. അനുവിനും ശങ്കറിനും ഇടയിൽ ഞാൻ അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട്. അനു അവനെ കോണ്ടാക്ട് ചെയ്യുന്ന കാര്യം ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല. മാത്രമല്ല അർജുൻ അവനെ പിടിച്ചകത്തിട്ട് അനുവിനെ കണ്ടെത്തി കോടതിയിൽ കൊണ്ടുവന്ന സമയത്ത് വീട്ടിലില്ലാതെ പോയതിനെ പറ്റി അവൻ എന്നോട് നുണയാ പറഞ്ഞത്. പഴയ ഗുരുവായൂർ ശയന പ്രതീക്ഷണ കഥയല്ലേ? അത് അന്നേ കള്ളമാണെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ? സാക്ഷിയും അനുവും തമ്മിൽ ബന്ധമുള്ള സ്ഥിതിക്ക് അനുവും സേനാപതിയും തമ്മിലും ബന്ധമുണ്ടാവണം. ഉറപ്പായും. ഒരിക്കൽ ശങ്കറിനെ കാണാൻ സേനാപതി രാത്രി വീട്ടിൽ വന്നിരുന്നു.
ഞാൻ ചോദിച്ചപ്പോ അനുവിനെ അന്വേഷിച്ച് എന്നെ കാണാൻ വന്നതാണെന്ന് അവൻ ഉരുണ്ട് കളിച്ചു. അപ്പോ ഇവരെ 3 പേരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തോ ഒന്നുണ്ടെന്നല്ലേ അൻസാറേ അതിന്റെ അർത്ഥം? തീർച്ചയായും നന്ദ. നൗ യു ആർ ഓൺ ദ കറക്റ്റ് ട്രാക്ക്. സെന്റിമെന്റ്സും ബന്ധങ്ങളും മാറ്റിവെച്ച് താൻ ഈ ട്രാക്കിലൂടെ തന്നെ ഒന്ന് മുന്നോട്ട് പോയി നോക്ക്. ചിലപ്പോ ചിലത് കണ്ടെത്താനാവും. അവൾ എന്റെ മകളല്ലെങ്കിൽ അച്ഛനാണെന്നും പറഞ്ഞ് എന്നെ തേടി വന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും. കുറെ കൂടി സ്വാധീനമുള്ള, കുറെ കൂടി ശക്തിയുള്ള ആരെങ്കിലും അവളുടെ പിന്നിലുണ്ടാവും. ഒരു പക്ഷേ എന്റെ യഥാർത്ഥ മകളെ കണ്ടെത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, അരുണിമയോടൊപ്പം ഞാൻ ജീവിക്കരുതെന്ന് വിചാരിക്കുന്ന ഒരാൾ. അങ്ങനെയെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ആക്സിഡന്റ് പിന്നിലും അയാൾ തന്നെയായിരിക്കുന്നെന്താ എനിക്ക് ഉറപ്പുണ്ട്. ഉറപ്പായും ഞാൻ അയാളെ പുറത്തു കൊണ്ടുവന്നിരിക്കും. അത് വേണം നന്ദ. ഉറപ്പായും തന്റെ കൂടെ ഞാനും ഉണ്ടാകും. വെള്ളം കുടി. എന്താ എന്താ പറ്റിയേ? ഞാൻ വല്ലാത്തൊരു സ്വപ്നം കണ്ടു. ഒന്നുണ്ടായില്ലേ, അതുപോലെ അമ്മ ആരോ വീണ്ടും ആക്രമിക്കുന്നു. ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ആന്റിക്ക് എപ്പോഴും ഒരു പോലീസിനെ സ്പെഷ്യൽ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. താൻ ഒട്ടും പേടിക്കണ്ടോ. ആന്റിക്ക് ഒന്നും സംഭവിക്കില്ല, അതെന്റെ ഉറപ്പാ. ഉറപ്പല്ലേ ചേട്ടാ? ഉറപ്പ്. താൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അച്ചേട്ടൻ കിടന്നോ, എനിക്ക് ഉറക്കം വരില്ല. അല്ല, താൻ ഈ രാത്രി എന്ത് ചെയ്യാൻ പോവാ? ഒന്നിനുമല്ല, വെറുതെ ഉണർന്നിരിക്കാൻ. ഞാനിവിടെ ഇങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോ അമ്മ സേഫ് ആണെന്നൊരു തോന്നല്. ഞാൻ പറഞ്ഞില്ലേ, അച്ചേട്ടൻ കിടന്നോ, ഞാൻ ആ ബാൽക്കണിയിലിരുന്ന് വെറുതെ ആലോചിച്ചോണ്ടിരുന്നോളാം. ഈ രാത്രിയിൽ എന്തോ ഓർക്കാനാടോ? എന്തൊക്കെ ഓർക്കാനുണ്ട്. അമ്മയെ കണ്ടുമുട്ടിയത് മുതൽ ഇന്നേ വരെയുള്ള എത്ര കാര്യങ്ങൾ. എത്ര രാത്രി വേണേലും ഓർത്തിരിക്കാനുള്ള എത്രയോ കാര്യങ്ങൾ. നമ്മൾ ഒരാളെ തന്നെ ഓർത്തോണ്ടിരിക്കുമ്പോ ആ ആളുടെ മനസ്സുമായിട്ട് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഉറങ്ങുകയാണെങ്കിലും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും, മനസ്സ് ജാഗ്രതയോടെ ഇരിക്കും. അപ്പോ ആർക്കും ഉപദ്രവിക്കാൻ പറ്റില്ല. അച്ചേട്ടൻ കിടന്നോ, ഞാൻ പുറത്തുണ്ട്.